ഗ്ലോസ്റ്റർ സെന്റ് മേരീസ് കത്തോലിക്ക മിഷനിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ തോമസ് ലേഹയുടെയും സംയുക്ത തിരുനാൾ മാഡ്സൺ സെന്റ് അഗസ്റ്റിൻസ് ചർച്ചിൽ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. കഴിഞ്ഞ 9 ദിവസമായി നടന്നുവരുന്ന നൊവേന ഒരുക്കങ്ങൾക്ക് ശേഷം പ്രധാന തിരുനാൾ ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:45 മാഡ്സൺ ചർച്ച് വികാരി ഫാദർ ജെറി തിരുനാൾ കൊടിയേറ്റം നടത്തിയതോടെ പെരുന്നാൾ ആഘോഷം തുടങ്ങി. സീറോ മലബാർ കമ്മ്യൂണിറ്റിയോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഫാദർ ജെറി കമ്മ്യൂണിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. തുടർന്ന് നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിൻസൺ മുട്ടത്തുകുന്നേൽ കാർമ്മികത്വം വഹിച്ചു. പ്രവാസികളായ നമ്മളുടെ ജീവിത ലക്ഷ്യം നമ്മൾ ആയിരിക്കുന്ന സഭാ സമൂഹത്തിൽ ക്രിസ്തുവിനെ വിളംബരം ചെയ്യുകയാണെന്നും സ്വജീവിതത്തിലൂടെ ആ മഹത്വം കാണിച്ചു നൽകണമെന്നും ഫാദർ ജിൻസൺ മുട്ടത്തുകുന്നേൽ ആഹ്വാനം ചെയ്തു. കുഞ്ഞുങ്ങളെ കൂടെ നിർത്തി സഭയ്ക്ക് പുതിയ മുഖം നൽകാൻ ഗ്ലോസ്റ്റർ സമൂഹത്തിന് കഴിയട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസ സമൂഹം അണിനിരന്ന പ്രദക്ഷിണം നടന്നു. മുത്തുക്കുടയും കൊടിയും തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷിണം പെരുന്നാളിന്റെ പ്രധാന ആകർഷണമായി. തുടർന്ന് ലതീഞ്ഞും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. സെന്റ് സെബാസ്റ്റ്യൻ ഫാമിലി യൂണിറ്റ് തയ്യാറാക്കിയ രുചികരമായ ഭക്ഷണമാണ് ഏവർക്കും ഒരുക്കിയത്. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ നാടൻ പലഹാരങ്ങൾ ഉൾപ്പെടുത്തിയ തട്ടുകട ഒരുക്കിയിരുന്നു. ചെറിയതും രസകരവുമായ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. SMC വികാരി ഫാദർ ജിബിൻ പോൾ വാമറ്റത്തിൽ തിരുനാളിൽ പങ്കെടുത്തവർക്കും തിരുനാൾ വിജയകരമാക്കാൻ പ്രയത്നിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. ഫാദർ ജിബിൻ പോൾ വാമറ്റത്തിന്റെ നേതൃത്വത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ ബിജു തോമസ്, ആന്റണി ജെയിംസ്, ബിൽജി ലോറൻസ്, ഷാജി ജോസഫ് എന്നിവരും പാരിഷ് കമ്മിറ്റി അംഗങ്ങളും തിരുനാൾ വോളണ്ടിയേഴ്സും ചേർന്ന് വളരെ മനോഹരമായാണ് ഈ വർഷത്തെ തിരുനാൾ സംഘടിപ്പിച്ചത്. In wonderful colours and wonderful celebration to celebrate your patron, St. Thomas. St. Thomas, you would not believe unless you could see. പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. ഈ വിശുദ്ധ ബലിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാനായിട്ട് ഉണ്ടാകണം. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കെടുക്കാം. പുറത്തുനിന്ന് വർത്താനമൊന്നും പറയാതെ കർത്താവിൻ്റെ ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഏറ്റവും ഭക്തിയോടെ നമുക്കായിരിക്കാം. നമുക്കിന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി സന്ദേശം നൽകുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജിൽസൺ മുട്ടത്തുകുന്നേൽ അച്ഛനാണ്. അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ നിയോഗങ്ങളെയും നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.